കൃത്യമായി ആസൂത്രണം ചെയ്ത് അതിക്രൂര കുറ്റകൃത്യം നടത്തിയിട്ടും അവസാന നിമിഷം വരെ പിടിച്ചു നിൽക്കാനുള്ള ഗ്രീഷ്മയുടെ ശ്രമം വിജയിച്ചില്ല. കാമുകൻ ഷാരോൺ രാജിനെ കീടനാശിനി കലർത്തിയ കഷായം കുടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി. ഷാരോൺ വധക്കേസിലെ 586 പേജുള്ള വിധി പ്രസ്താവനത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻ കോടതി ചൂണ്ടിക്കാട്ടിയത്. 11 ദിവസം ഒരു തുള്ളി വെള്ളമിറക്കാതെ ഷാരോൺ ആശുപത്രിയിൽ കിടന്നു. ആന്തരിക അവയവങ്ങൾ അഴുകിയാണ് ഷാരോൺ മരിച്ചത്. വിശ്വാസവഞ്ചനയാണ് ഗ്രീഷ്മ നടത്തിയത്. പ്രകോപനമില്ലാതെയാണ് കൊലപാതകം. ഗ്രീഷ്മയെ ഷാരോൺ മർദ്ദിച്ചതിന് തെളിവില്ല. മരണക്കിടക്കയിലും ഷാരോൺ ഗ്രീഷ്മയെ സ്നേഹിച്ചെന്നും വിധി പ്രസ്താവത്തിൽ പറയുന്നു. ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടാൻ ഷാരോൺ ആഗ്രഹിച്ചിരുന്നില്ല. സ്നേഹബന്ധം തുടരുമ്പോഴാണ് ഷാരോണിനെ കൊല്ലാൻ ശ്രമിച്ചത്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാമെന്ന് പറഞ്ഞാണ് ഷാരോണിനെ വിളിച്ചു വരുത്തിയതെന്നും വിധിയിൽ പറയുന്നുണ്ട്. സ്നേഹം നടിച്ച് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊലപാതകം നടത്തുകയായിരുന്നുവെന്നും ക്രൂരനായ ഒരു കുറ്റവാളിക്ക് മാത്രമേ ഇത്തരത്തിലൊരു കൃത്യം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നും കോടതി നിരീക്ഷിച്ചു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൃത്യം നടപ്പാക്കിയതെന്നും അതിനായി ഇന്റർനെറ്റിൽ സെർച്ചിംഗ് വരെ നടത്തി. 11 ദിവസം ഷാരോൺ അനുഭവിച്ച വേദന ഡോക്ടർമാരുടെ മൊഴിയിൽ നിന്നും വ്യക്തമാണെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. 24 വയസ്സ് മാത്രമാണ് പ്രായമെന്നും തുടർന്ന് പഠിക്കണമെന്നും ബിരുദാനന്തര ബിരുദം നേടിയിട്ടുണ്ടെന്നുമുള്ള ഗ്രീഷ്മയുടെ അഭ്യർത്ഥനകളൊന്നും കോടതി മുഖവിലക്കെടുത്തില്ല. പ്രതിയുടെ പ്രായം കണക്കിലെടുക്കാൻ സാധിക്കില്ല എന്നും കുറ്റകൃത്യത്തിൽ നേരത്തെ ഉൾപ്പെട്ടിട്ടില്ലെന്ന വാദവും കണക്കിലെടുക്കാൻ കഴിയില്ല എന്നും കോടതി വ്യക്തമാക്കിയാണ് വിധി പുറപ്പെടുവിച്ചത്. സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന സന്ദേശമാണ് ഈ കേസ് സമൂഹത്തിന് നൽകിയത്. പ്രതിയുടെ പ്രായം കോടതി കണക്കിലെടുക്കുന്നില്ല. നേരത്തെ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്ന വാദവും തെറ്റാണ്. വധശ്രമം ഇതിൽ തന്നെ തെളിഞ്ഞിട്ടുണ്ട്. ഗ്രീഷ്മ വീണ്ടും കുറ്റകൃത്യം ചെയ്തു. ഗ്രീഷ്മയുടെ ആത്മഹത്യാ ശ്രമം കേസിൽ നിന്ന് വഴി തിരിച്ചുവിടാനാണെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു.